അപ്പം നമ്മളെ ഡേ 3 അല്ലേ? ഡേ 3 നമ്മുടെ പേര് ബ്ലൂ മോസ്ക്. അപ്പോൾ ഈ ബ്ലൂ മോസ്ക് എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ കണ്ടാൽ തന്നെ അറിയാം, ഫുള്ള് ടൈൽസും കൂടുതലും ബ്ലൂ കളറാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ടർക്കിഷ് ആർക്കിടെക്ചറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കാലിഗ്രഫി, അതിലുള്ള ഫുൾ അത് കണ്ടിട്ടില്ലേ, ആ കാലിഗ്രഫിയും പിന്നെ അതേപോലെ തന്നെ ഈ സെറാമിക് ടൈൽസും, പിന്നെ സെറാമിക് ടൈൽസ് ഉണ്ട്, പിന്നെ അതേപോലെ ഈ കാർപ്പറ്റ്, റെഡ് കാർപ്പറ്റ്, ഈ 3 കാര്യങ്ങളാണ്. ഇതെല്ലാ പള്ളിയിലും ഉണ്ട് ഏകദേശം എല്ലാ പള്ളിയിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ടൈൽസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഈ ടുലിപ്സ് ഫ്ലവർ, അതേപോലെ തന്നെ റോസ് ഉള്ള കുറേ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ടുലിപ്സ് ഫ്ലവർ ഇവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദ ലവ് ഓഫ് അള്ളാഹ്, പിന്നെ അതേപോലെ തന്നെ റോസ് എന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദിനോടുള്ള സ്നേഹം. ഇത് രണ്ടും ആണ് ഈ 2 ഫ്ലവേഴ്സ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ കാണാം ഈ ലൈറ്റ്സുകൾ ഇങ്ങനെ ഈ തൂങ്ങി കിടക്കുന്ന ഈ പള്ളിയുടെ ഒരു ഭംഗി നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് ഭയങ്കര എന്തോ ഒരു, അതായത് ഈ ലൈറ്റുകൾ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നമുക്ക് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഇതിനെ എങ്ങനെ വെച്ചിരിക്കണേന്നുള്ളത്. അപ്പോൾ ഇവർ പറയണത് ഇത് തുടക്ക കാലങ്ങളിൽ ഈ പള്ളിയൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് തന്നെയുള്ള ഒരു ലൈറ്റാണ് ഇതിലുള്ളത്. അത് അന്നെന്ന് പറഞ്ഞാൽ ഈ ഒലീവ് ഓയിൽ നിറച്ച് വെച്ചിങ്ങാണ്ടായിരുന്നു കത്തിച്ചിരുന്നത്. ഈ സെൻറ്ററിലുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവിടെ മാത്രമേ ഇപ്പോൾ ലേറ്റ് ആയിട്ടുള്ളൂ, മറ്റേ അതൊന്നും കത്തുന്നൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു എഗ്ഗ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ആ എടി കൂടി ഇല്ല, ഒന്ന് സൂം ചെയ്യുക. എന്താ ഇത് ഈ വൈറ്റ് കളറ്, അത് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്. ഇത് ഇവിടെ ഉള്ള ഈ അതായത് ടർക്കിയിലുള്ള എല്ലാ പള്ളികളിലും നമുക്കിത് കാണാൻ പറ്റും. ഈ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് വെക്കണത് ഇവർ പറയണത് ഇത് വെച്ചാൽ ചിലന്തി ഇട്ടാലൊന്നും പള്ളിൻ്റെ അകത്തേക്ക് കയറില്ല എന്നാണ് ഇവർ പറയണത്. സംഭവം അടിപൊളിയാണ് കാണാൻ, ഭയങ്കര രസം. ഈ സീലിംഗ് ഒക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. പിന്നെ നോർമലായിട്ട് പറയുന്ന പോലെ തന്നെ അവിടെ ആ സൈഡിൽ ആണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ളതും ആ ഒരു സൈഡിൽ സ്ത്രീകൾക്കുള്ളതും, പിന്നെ മുസ്ലിങ്ങളല്ലാത്തവർ അങ്ങോട്ട് കയറണ്ടെന്ന് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. കാണാൻ ടൂറിസ്റ്റുകൾക്കൊക്കെ കാണേണ്ട ഒരു പ്ലേസ് ഈ ഒരു ഹോളിൽ, പിന്നെ ബാക്കി അകത്തേക്കൊക്കെ മുസ്ലിംസിനോട് മാത്രം കയറിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ആണുങ്ങൾ നിസ്കരിക്കുന്നിടത്തേക്ക് സ്ത്രീകളോട് പോകണ്ടെന്നും പറയുന്നുണ്ട്. അതേപോലെ നിസ്കരിക്കാൻ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് സ്ത്രീകളോട് പോകാനും പറയുന്നുണ്ട്. അവിടെ ഫുൾ തിരക്കാണ്, ഭയങ്കര രസമല്ലേ. പിന്നെ ഈ തല മറക്കണം എന്നൊക്കെ ഉള്ള സാധനം ഉണ്ട്. അതാണ് ഈ നീല തുണി കെട്ടി വന്നവരൊക്കെ ഇവിടുന്ന് തുണി എടുത്ത് വന്നത്. പക്ഷെ എന്ത് രസം, ഇവിടുന്ന് തുണി എടുത്ത് വന്നവരാണ്. അത് 10 മിനിറ്റുള്ളൂ, അപ്പോൾ ഇതിന് ഇതൊക്കെ കഴിയണ്ടേ. ഇനി നിർത്തി ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കട്ടെ. റീല് ഷൂട്ട് ചെയ്യാണ്, ഫോൺ നിലത്ത് വെച്ചിട്ട്. കഷ്ടപ്പാടേ. ആൾക്കാരൊക്കെ ഇവിടെ നോക്കുക, എന്താ ഇവിടെ കാട്ടണോ. അയാൾ ഫോൺ നിലത്ത് വെച്ചിരിക്കുകയാണ്. ഫോണുണ്ട്, എടുക്കാൻ നോക്കട്ടെ. ഇങ്ങനെ തപ്പ തോന്നുന്നുണ്ട്. ഇതാണ് നിസ്കരിക്കുന്ന ഏരിയ. ഇതാ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്. Visitors are kindly requested to stay behind this lane. Thank you. No, not if it's a Portuguese. നമ്മൾ പറഞ്ഞ prayer area for women. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്. ഇത് നമ്മൾ വേറൊരു പള്ളിക്ക് വന്നിക്കാണ്, ഹാഗിയ സോഫിയ അല്ലേ? യെസ്. ഞാനത് പഠിച്ചിരുന്ന മറ്റേ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചിരുന്നില്ലേ, അതെന്താന്ന് പറഞ്ഞു കൊടുക്കുക. കട്ടി എൻ്റെ ടീച്ചർ കാണുന്നുണ്ടോ? ഇപ്പോൾ ആലോചിച്ച് പറയാം, സമയമുണ്ട്. പറയണേ, പറയാം. പൊട്ട തെറ്റുകളൊന്നും ഇങ്ങനെ ബ്ലോഗിൽ കൂടി വിളിച്ചു പറയാൻ പറ്റില്ലേ? എന്നാലും അറിയണ പറയാം. ഹാഗിയ സോഫിയ എന്താണ് അത് പിന്നെ പറയാം. എന്താ മൂപ്പര് പറഞ്ഞുതരാം, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം.
പിന്നെ അല്ലേ എല്ലാവരും വീഡിയോസിൽ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോയാലേ അങ്ങനെ പോകുമ്പോൾ കുറേ നല്ല രസമല്ല പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കാണും. പിന്നെ കുറേ ഗിസേലുകൾ കുറേ ഇസേലിനെ കാണും. അപ്പോഴല്ലേ പിന്നെയല്ലേ അറിഞ്ഞത് ഇവിടെ കുറേ പ്ലാസ്റ്റിക് സർജറി കൂടുതൽ ഉള്ളത് നാടാത്തരെ തുർക്കി. ഏറ്റവും ചീപ്പ് റേറ്റിന് ചീപ്പ് റേറ്റിന് ചെയ്യാൻ പറ്റും. അപ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ കുറേ ജിസേലിൻ്റെ പോലത്തെ ആൾക്കാരൊക്കെ നടന്നു പോകണം. പിന്നെയല്ലേ മനസ്സിലായത് ഇതാണ് സംഭവം. എല്ലാരും താടി താടി ഇങ്ങനെ കുറിപ്പിച്ചിട്ടുണ്ടാവും ഷേപ്പാക്കിയിട്ടുണ്ടാവും അവിടെ. പക്ഷേ അതൊന്നും ഇല്ലാതെയും നല്ല രസമല്ല, നല്ല അടിപൊളി, നല്ല കാണാൻ നമ്മളിങ്ങനെ വാ പൊളിച്ച് നോക്കി വേൾഡിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാണ്, അതേപോലെ മ്യൂസിയമാണ്. അതായത് ഇവിടെ റോമൻ ഭരണമുള്ള സമയത്ത് ഇതെന്തായിരുന്നു, ഒരു ചർച്ചായിരുന്നു. പിന്നീട് അത് ഒരു പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്തെന്ന് പറയുന്നത്. നമുക്ക് ഫ്രാൻസിലൊക്കെ കുറേ പള്ളികൾ ചർച്ചാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ചർച്ചാണ് ഈ പള്ളിയായിട്ടുള്ളത്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പറയുന്നത് പള്ളിയാണ്. അവിടെ ഫോറിനേഴ്സിനൊന്നും പറ്റില്ല. നമുക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിംസിന് മാത്രം പോവാം. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് മ്യൂസിയമാണ്. അമ്മേ, ഈ സോഫിയ പള്ളി എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളത് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചർച്ചിനെ കൺവേർട്ട് ചെയ്തതിന് പള്ളിയായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചർച്ച്, പിന്നെ പള്ളി, പിന്നെ രണ്ടുമായി, പിന്നെ ഒന്ന് മ്യൂസിയം ഒന്ന് പള്ളിയായി. ഒരു താഴെ പള്ളിയും മുകളിലും മ്യൂസിയം. നമുക്കിതിന് കാണാൻ സ്ട്രെയിറ്റ് കാണുന്ന ഈ വൈറ്റ് കർട്ടൻ, ഈ വൈറ്റ് കർട്ടൻ. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ അത് ജീസസിനെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീസസിനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് ടേൺ ചെയ്തിട്ട് ഈ ഒരു സൈഡ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അത് മക്കനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് മുസ്ലിംസ് ഇവിടെ നിന്നിട്ട് എന്തല്ലേ അവിടെ ക്രിസ്ത്യനും ഇവിടെ മുസ്ലിം. രണ്ടാൾക്ക് ഒരുമിച്ച് വരാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് അതിനൊരു പ്രശ്നമല്ല ഇവിടെ. നമ്മൾ വാവരിപ്പള്ളിയും ഇതുമില്ലേ, ശബരിമലയില്ലേ, അതേപോലെ തന്നെ. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പള്ളിൻ്റെ സൈഡിൽ കൂടി ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. ശരിയാണ്. ഇവിടെ കണ്ട് തല മറക്കുക എന്നുള്ള ഒരു സാധനം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഡ്രസ്സിങ് അതൊന്നും ഒന്നിനും ഇതാക്കാൻ പറ്റും. നല്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഫ്ലാഷ് ഒന്നും ഇട്ട് ഫോട്ടോ എടുക്കരുത്. പിന്നെ ഈ ഗ്ലാസ് ഇട്ട് ഇതാക്കിയെടുത്ത് കൂടി ആ ഒരു സൈഡിലേക്ക് പോയേ ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അത്രയും പഴക്കമുള്ളതാണ്. ഇവിടെ എന്തൊക്കെയോ പണികൾ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ളത്. സംഭവം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ഇത് കാണുക എന്നുള്ളത് അത്തിരി നിർബന്ധമായതുകൊണ്ടും കുറേ ആയിട്ട് ഇത് കേട്ടതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എന്തായാലും നിങ്ങൾ ഇത്രയും പൈസ ഉണ്ട് വിചാരിച്ചിട്ട് ആരും ഇത് കയറാതിരിക്കരുത്. ഇത് വേർത്താണ് ആ പൈസ കൊടുക്കണേ. ഒരു പുറത്തേക്ക് ഇറങ്ങി നമുക്ക് പുറം കാണൂലേ. പക്ഷെ എന്താ അറിയോ, ആ പണി ഞാൻ നടക്കണമെന്ന് ഇതാണ് നമ്മൾ അവിടുന്ന് കണ്ട ആ ഒരു ഈ സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഫോട്ടോ കണ്ടോ? പൂച്ച വിത്ത് ഫെബി. പൂച്ചക്കാണെങ്കിൽ ഫെബിനെ വേണ്ട തന്നെ. പൂച്ചക്ക് ശരിക്കും മീശ ഉണ്ടല്ലോ, ആരെ വരച്ചു കൊടുത്ത പോലെ. ഇസ്താംബുളിൽ ഇഷ്ടം പോലെ പൂച്ചകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നിനെ മാന്തല കിട്ടോളം ഉണ്ടാവും. പൂച്ച എന്ന് പറഞ്ഞാൽ അതിന് തടിയൊക്കെ നോക്കി.
എന്തെങ്കിലും മണം കിട്ടണ്ടേ ഇനി ജലദോഷം കൊണ്ട്. ഒഴിക്കട്ടെ? നിർത്ത്. നീ ഒരു ഡോഗോ. തുർക്കിക്ക് വന്ന തീരുമാനം പാളിയോ? ഒറ്റത്തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ഇതൊക്കെ പറയുന്ന കേട്ടോ. പക്ഷെ ഇത് ഞാൻ കേട്ടിട്ടില്ല. കുറേ കുട്ടികളിങ്ങനെ പോവാട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ അന്നങ്ങനെ കാണുമ്പോഴേ അതിൻ്റെ ഫ്ലോ ആണ് പോവാ. ഫെബി എന്നൊക്കെ ആ കാണുന്നത് മോന മോളാ കണ്ടോ? മോനോ അങ്ങോട്ട് നോക്കണ്ട, അത് നോക്കണ്ടാന്ന് ഇത് കണ്ട ലുക്കണ്ട. ഞാൻ കേവ് ഹൗസിൽ കയറാൻ പോവാ. ഞങ്ങളുടെ റൂമിൽ കയറാൻ പോവാണ്. കംപ്ലീറ്റ് കേവാണ്. ഇത്രയും ലേറ്റ് ആയിട്ടും ഞാൻ ചെയ്യാൻ കാണിച്ച ഒരു മനസ്സിന് ആരും കാണാതെ പോയ 2 ഓമന ഹൃദയങ്ങളുണ്ട്. തുപ്പ്. Higher than the balloons that how much I love you.
പിന്നെ ഫെബിയെ ഇത് ആരതാണെന്ന് ഗസ് ചെയ്യേ. വേറെ